ഇത് മമ്മൂക്കയുടെ ഒരു ഫേസ് കട്ടുണ്ട്. നോക്കി ഒറ്റ നോട്ടേ നോക്കാം. ഓക്കെ, രണ്ടാമത് നോക്കരുത്. ചേട്ടൻ ഒരു മിക്സ് ആണ് ഇവിടെ എല്ലാം. അതെ, ഞാൻ ഭയങ്കര ഒരു മിക്സ് ആണ്. ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? പാചകം ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യില്ല. എന്നാൽ വീട്ടിൽ അത്യാവശ്യം പരിപാടികൾ, ഇറച്ചി മേടിച്ചിട്ടാണെങ്കിൽ ഇറച്ചി വെട്ടും, ഇറച്ചി നുറുക്കി കൊടുക്കും. അതുപോലെ എടുക്കാവോ? നല്ലവണ്ണം നോക്കും. അയ്യോ, പഴം കഴിക്കാം. പിന്നെന്താ. താങ്ക് യു പിഞ്ചേട്ടാ. പിന്നെ ചായയൊക്കെ കുടിക്കാം. അതെ, ഞാൻ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഡയറ്റ് ചെയ്യുന്ന പണ്ട് നോക്കിയപ്പോഴേ കൊച്ചിനരിപ്പയുടെ കൂട്ടായി പോയി. ഇങ്ങനെ നോക്കാൻ പറ്റുള്ളതാണ്. അതിനിടയ്ക്ക് ഇവിടെ മൈക്ക് ഇരിക്കുക, എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. ഇത് എത്ര വയസ്സുള്ളതാണ്, ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. അകത്തോട്ട് പിടിച്ചോ, കുറച്ചുകൂടിരിക്കും. അത് ഈ ടീഷർട്ട് അലക്കിയിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് എങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല. ടീഷർട്ടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഇവിടെ കുക്കിങ്ങിന്റെ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഞങ്ങള് വർക്ക് ഏരിയയിലാ. ആണോ? അവിടെയാണ് കലാപരിപാടികൾ. ഞങ്ങൾ അവിടെ ഇരിക്കും. ഇതാണ് ഞങ്ങളുടെ ചിക്കൻ ഉണ്ടാക്കുന്ന കിച്ചൺ. ചേച്ചി സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോ ചേട്ടൻ കൗണ്ടർ അടിച്ച് അതങ്ങ് ഇല്ലാതാക്കാറുണ്ടോ? നിരുത്സാഹപ്പെടുത്താറുണ്ടോ? നമ്മളെപ്പോഴും സീരിയസ് ആയിട്ട് പറയാൻ പാകത്തിനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അഥവാ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും ഫുൾ ടൈം വീട്ടിൽ പാട്ടും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കും. അതാണ് നമ്മുടെ ഒരു ശൈലി. അതല്ലേ വേണ്ടത്. ചേച്ചിക്ക് അപ്പം വഴക്കുണ്ടാക്കാൻ ഒരു അവസരം കൊടുക്കാറില്ല? ഇല്ല, മൊത്തം ഞാനും വഴക്കുണ്ടാക്കുക. അല്ല, ചേച്ചി വരും, പിള്ളേരെ വിളിച്ചോട്ട് ഇപ്പൊ വരുമല്ലോ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇരുത്തി അങ്ങ് ചോദിക്കാം. ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ ചായക്കടയിലൊക്കെ ഇങ്ങനെ ബ്രൂ ഹോളിക്സ് ഒക്കെ തൂക്കിയിട്ടില്ല. മോക്കേ അവൾക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചു വെക്കണം. നമുക്ക് ഇതിന്റെ മറ്റത് മേടിച്ചാൽ പെട്ടെന്ന് ഇത് കട്ടായി പോകും. ഇതാകുമ്പോ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് അവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ചേട്ടാ, ബിനു അടിമാലി എന്ന് പേരിട്ട് എന്താ അടിമാലി താമസിക്കാതെ ഇവിടെ താമസിക്കുന്നു? അലിവേലി. ഞാനിത് മിണ്ടാതെ വെച്ചോണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചാനല്. ഒരു സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെയാണ്. പിന്നെ നാട്ടിലേക്ക് പോകണം. പിന്നെ 3 മണിക്കൂർ തിരുവനന്തപുരത്ത് പോകണ 3 മണിക്കൂർ കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ പോരാൻ. ഓക്കെ ചേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് അതേ സംസാരിക്കാതെ ഇനി അങ്ങോട്ട് പോയാലോ? നിങ്ങൾ അടുക്കളയിൽ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാന്ന് മനസ്സിലായി. ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു വല്ലായ്ക ഉണ്ടല്ലേ അടുക്കളയിൽ. അതെ അതെ. എങ്ങനെ മക്കളൊക്കെ ചേട്ടനെ പോലെ ഭയങ്കര കൗണ്ടർ കോമഡി ഒക്കെയാണ്? പിന്നെ സീരിയസ് ആണോ? എല്ലാവരും ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനൊക്കെ വന്നാണ്ടല്ലോ, രക്ഷയില്ല. ആണല്ലേ? അപ്പൊ ചേട്ടൻ ഇവിടെ വഴക്ക് പറയുമ്പോ ഇവര് തിരിച്ച് കോമഡി അടിച്ച ചേട്ടൻ എന്ത് തോന്നും? ഞാൻ തമാശ ഞാൻ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കുന്നില്ല. ചേട്ടൻ ഇപ്പൊ സീരിയസ് ഇത് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരാത്ത. പിള്ളേര് അടിച്ചതിന്റെ ഇടപാട് തീർക്കൂടാന്ന് പറയുമ്പോ കൊച്ചു ഒന്ന് പോച്ചേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു